നമസ്കാരം, എൻ്റെ പേര് അനുഷ ചന്ദ്രൻ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഒടയഞ്ചാൽ സ്വദേശിയാണ്. ഈ വർഷത്തെ UPSC സിവിൽ സർവീസ് എക്സാമിനേഷനിൽ 791 റാങ്ക് നേടാൻ സാധിച്ചു. ഇത് എൻ്റെ രണ്ടാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. ഒരു സിവിൽ സർവൻ്റ് ആവുക എന്നുള്ളത് സ്കൂൾ തലം തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഹ്യൂമാനിറ്റീസ് എടുക്കുകയും പിന്നീട് എക്കണോമിക്സിൽ ഞാൻ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ചെയ്യുകയും ചെയ്തു. പിന്നീടാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷനിലേക്ക് വരുന്നത്. ഞാൻ അമൃത IAS അക്കാഡമിയായി അസോസിയേറ്റ് ചെയ്തത് ഇൻ്റർവ്യൂ മെൻറ്റർഷിപ്പിന് വേണ്ടിയാണ്. ഇവിടെ വെച്ച് പലതരത്തിലുള്ള 1-on-1 സെഷനുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. AK മൽഹോത്ര സാറുമായിട്ടുള്ള 1-on-1 സെഷൻ വളരെയധികം സഹായകരമായിരുന്നു. എങ്ങനെയാണ് ഇൻ്റർവ്യൂ പാനലിനെ ഫേസ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഉത്തരങ്ങൾ പറയേണ്ടത് എന്നും സാർ വളരെ നല്ലൊരു ഐഡിയ ആണ് തന്നത്. അതുപോലെ തന്നെ ഡോക്ടർ അരുൺ സാറിൻ്റെ കീഴിലുള്ള ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് 1-on-1 സെഷനും ഞാനിവിടെ അറ്റൻഡ് ചെയ്തിരുന്നു. എങ്ങനെയാണ് ഇൻ്റർവ്യൂ സമയത്ത് സ്ട്രെസ് മാനേജ് ചെയ്യേണ്ടതെന്നും എങ്ങനെ പ്ലസൻ്റായി ഉത്തരങ്ങൾ പറയാമെന്നും സയൻറ്റിഫിക്കായ രീതിയിൽ തന്നെ സാർ പറഞ്ഞു തന്നു. അതും ഒരുപാട് സഹായകരമായിരുന്നു. നമുക്കറിയാം, ഇപ്പം അടുത്ത മാസം പ്രിലിംസ് വരാൻ പോവുകയാണ്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചുകൊണ്ട് പറയുകയാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റിൽ എനിക്ക് പ്രിലിംസ് കയറാൻ പറ്റിയിരുന്നില്ല. രണ്ടാമത്തെ അറ്റംപ്റ്റിൽ പ്രിലിംസ് കയറാൻ സഹായിച്ചത് ഈ പ്രാക്ടീസ് തന്നെയാണ്. ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ കീ പഠിക്കുക, പിന്നെ മാക്സിമം റിവൈസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഒരിക്കലും CSAT-നെ ഇഗ്നോർ ചെയ്യാതിരിക്കുക. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് CSAT വളരെയധികം ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് GS-ന് കൊടുക്കുന്നത് പോലെ തന്നെയുള്ള ഒരു എഫേർട്ട് നമുക്ക് CSAT-ലും കൊടുക്കേണ്ടതുണ്ട്. നമ്മളിടുന്ന എഫേർട്ടിന് പൂർണ്ണമായും പ്രതിഫലം നൽകുന്ന ഒരു പരീക്ഷയാണ് സിവിൽ സർവീസ് പരീക്ഷ. അതുകൊണ്ട് തന്നെ നമ്മളോട് എപ്പോഴും സത്യസന്ധരായിരിക്കുക, നമ്മുടെ എഫേർട്ട് എപ്പോഴും കംപ്ലീറ്റായി ചെയ്യുക. അതൊക്കെയാണ് ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു അവസരത്തിൽ അമൃത IAS അക്കാഡമിയോടും ഇവിടെയുള്ള എല്ലാ അംഗങ്ങളോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു.